മംഗളൂരുവിലെ തെരുവിന്റെ കഥ പറയുന്ന നോവൽ മംഗളൂരു കോഴിക്കോട് മിഠായി തെരുവിലെ എസ്.കെ. പൊറ്റക്കാട് പ്രതിമയ്ക്ക് മുമ്പിൽ പ്രകാശനം ചെയ്തു. സാദിഖാവിൽ രചിച്ച നോവലിന്റെ ആദ്യ കോപ്പി എസ്.കെ. പൊറ്റക്കാടിന്റെ മകളും എഴുത്തുകാരിയുമായ സുമിത്ര ജയപ്രകാശ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി ശശീന്ദ്രന് നൽകി പ്രകാശനം ചെയ്തു. മലയാളത്തിന്റെ പ്രിയ കലാകാരൻ എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥയുടെ ആത്മാവ് കുടികൊള്ളുന്ന മിഠായി തെരുവിലാണ് മംഗളൂരുവിലെ തെരുവിന്റെ കഥ പറയുന്ന നോവൽ പ്രകാശിതമായത്. അനുഭവങ്ങളുടെ പൊള്ളലില്ലാതെ ആർക്കും ഒരു തെരുവിന്റെ കഥ എഴുതാനാവില്ലെന്ന് സുമിത്ര ജയപ്രകാശ് പറഞ്ഞു. എനിക്ക് അഭിമാനത്തിന്റെ ഒരു നിമിഷമാണിത്. ഈ തെരുവിന്റെ കഥ അനുഭവങ്ങളില്ലാണ്ട് ഒരാൾക്ക് എഴുതാൻ പറ്റൂല. അച്ഛന്റെ അനുഭവങ്ങളിലൂടെ പോകുന്ന യാത്രകളാണ് അച്ഛന്റെ തെരുവിന്റെ കഥയിലെ അധിക കഥാപാത്രങ്ങൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നവരാണ്. എനിക്ക് നല്ല ഓർമ്മയില്ല. അച്ഛന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സമയത്ത് ഞങ്ങൾ സ്റ്റേജിന് മേലെ ഒരു പൂച്ചട്ടി കൊണ്ടേ വെച്ച് പോയി. വീട്ടിലെത്തിയപ്പോഴാണ് അച്ഛൻ പറയുന്നത് അത് ആരാന്ന് മനസ്സിലായോ, എന്റെ തെരുവിന്റെ കഥയിൽ ഓമൻജി എന്ന് പറയുന്ന അദ്ദേഹമാണോ അതെന്ന്. അപ്പൊ ഓരോ അച്ഛന്റെ കഥയിൽ ഓരോ കഥാപാത്രങ്ങളും ജീവിച്ചു മരിച്ചവരാണ്. അതേമാതിരി ദേശത്തിന്റെ കഥ ആവട്ടെ, അതും അനുഭവങ്ങൾ അച്ഛന്റെ അനുഭവങ്ങൾ കൂടി പോയ കഥകളാണ്. സാദിഖ് എഴുതിയിരിക്കുന്നത് ഇതേമാതിരി ദേശത്തിന്റെ കഥ തന്നെയാണ്. മനോരമ ബുക്സ് ആണ് മംഗളൂരു എന്ന നോവലിന്റെ പ്രസാധകർ. മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലായ ഒരു തെരുവിന്റെ കഥയുണ്ടായ മണ്ണിൽ തന്നെ മറ്റൊരു തെരുവിന്റെ കഥ പ്രകാശനം ചെയ്യുന്നു എന്നത് രണ്ട് കാലഘട്ടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അപൂർവതയാണെന്ന് പി ശശീന്ദ്രൻ പറഞ്ഞു. കവി മുരളി മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ എം ഫിറോസ് ഖാൻ മുഖ്യാതിഥിയായി. മഹേഷ് പൗലോസ്, മുസ്തഫ ഒലിവ്, ബോബൻ ശ്രീധരൻ, പ്രശോഭ് രവി, സ്മിത വിനോദ്, ഇസാ മറിയം കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.